നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്ത് ചന്തയുടെയും വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് നിയുക്ത MLA ഗീതാ ഗോപി. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വൻ വില വർധനവിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ഡെങ്കിപ്പനി വ്യാപകമായ പ്രദേശങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കുണ്ടാട്ടി ഗ്രൗണ്ട്, കോമ്രേഡ് ഭാഗങ്ങളിലാണ് ഡെങ്കിപ്പനിയുടെ വ്യാപനമുള്ളത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്ത് ചന്തയുടെയും വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് നിയുക്ത MLA ഗീതാ ഗോപി. ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മീഡിയ ഫോർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ. ചേർപ്പ് ബ്ലോക്ക് പരിധി ഉൾപ്പെടുന്ന മേഖലയുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് നിയുക്ത MLA ഗീതാ ഗോപി പറഞ്ഞു. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രം, ചേർപ്പ് ചന്ത എന്നിവയുടെ സമഗ്ര വികസനം നടപ്പിലാക്കേണ്ടത് മേഖലയുടെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. പുരാവസ്തു വകുപ്പിന്റെ അനുമതി ആവശ്യം നിലനിൽക്കെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. പഞ്ചായത്തിന് ഉയർന്ന റവന്യൂ വരുമാനം ലഭിക്കുന്ന തരത്തിൽ ചന്തയുടെ വികസനം നടപ്പിലാക്കും. എത്രമാത്രം ഭൂമി വിട്ടുകിട്ടുമെന്നതടക്കം മുൻപ് ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ തുടർന്നും പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് ഗീതാ ഗോപി പറഞ്ഞു. കൂടുതൽ കടകളും മറ്റും സ്ഥാപിച്ച് ചന്തയുടെ വികസനം നടപ്പിലാക്കണം. കുടുംബാരോഗ്യ കേന്ദ്രം, ചന്ത കൂടാതെ കോൾ മേഖല, കുടിവെള്ളം എന്നിവയുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്കും ചർച്ചകളിലൂടെ അഭിപ്രായം ഉരുത്തിരിയണമെന്നും നിയുക്ത MLA പറഞ്ഞു. MLA വന്ന സന്ദർഭത്തിൽ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 2 കോടി രൂപ അനുവദിക്കുക മാത്രമല്ല, ചേർപ്പിന്റെ ഈ ചന്ത ഭാഗത്ത് എത്ര അധികം ഭൂമി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നും അത് അളക്കാനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം കൊടുക്കാനും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അന്നത്തെ പ്രസിഡന്റ്മാരെല്ലാവരും സമീപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് DPR തയ്യാറാക്കാൻ നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് എടുക്കാം. കാരണം പഞ്ചായത്തിന് റവന്യൂ ഇൻകം വരുന്ന ഒരു വിഷയം മണ്ഡലത്തിൽ എല്ലാ അവിടെ നിൽക്കുന്ന മുഴുവൻ ഷോപ്പുകളും കുറച്ചുകൂടി നല്ല ഭംഗിയിൽ പണിത് ഒരു 100 ഷോപ്പ് പണിതാൽ തന്നെ റവന്യൂ ഇൻകം റേസ് ചെയ്യാൻ പഞ്ചായത്തിന്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും അതേപോലെ തന്നെ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ ഇതൊക്കെ അപ്ഗ്രഡേഷൻ നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശുപത്രികളുടെ ആർദ്ര മിഷൻ പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു മികച്ച പദ്ധതിയാണ്. നിങ്ങൾ നാട്യ പഞ്ചായത്തിലെ നാട്യ ഹോസ്പിറ്റൽ, വലപ്പാട് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ആലപ്പാട് ഗവൺമെൻറ് ആശുപത്രി, അന്തിക്കാട് ഗവൺമെൻറ് ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കൊക്കെ 1 കോടി കൊടുത്തുകൊണ്ടാണ് ഞാൻ ഡെവലപ്പാക്കിയത്. അപ്പോൾ മനുഷ്യനെ ജീവനിൽ അത്രമാത്രം പാവപ്പെട്ടവൻ്റെ ഒരു ധർമാശുപത്രിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും മറ്റ് PHSCകളൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജീവൻ നിലനിർത്താൻ ഒരു ഫസ്റ്റ് എയ്ഡ് പോലും സംവിധാനം നടത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ചേർപ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഈ ആശുപത്രിയുടെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുള്ള ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ ഹോസ്പിറ്റൽ വികസന സമിതി ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ചുകൊണ്ട് ഉടനെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ട ആ സമിതി വിളിച്ച്. അതേസമയം ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പുരാവസ്തു വകുപ്പിന്റെ NOC ആവശ്യമാണെന്ന് CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി പറഞ്ഞു. ഇക്കാര്യത്തിൽ അനുമതി ലഭ്യമാകാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായം ആവശ്യമാണ്. ഇതിനെല്ലാം നിയുക്ത MLA എന്ന നിലയിൽ ഗീതാ ഗോപിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും KK ജോബി പറഞ്ഞു. ചേർപ്പ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പുരാവസ്തു വകുപ്പിന്റെ അനുമതി ലഭ്യമാകാത്തതിന്റെ പ്രശ്നങ്ങളാണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണ്ടി വരും, നമ്മുടെ MP-യുടെ സഹായം വേണ്ടി വരും, കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ സഹായം വേണ്ടി വരും. അപ്പോൾ ആ സഹായം ആവശ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്, ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ MLA എന്നുള്ള രീതിയിൽ ഇടപെടണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഇടപെട്ടുകൊണ്ട് എവിടെയാണോ തടസ്സം, ഇപ്പോൾ ഒരു ആശുപത്രിക്ക് പുരാവസ്തു വകുപ്പിൻ്റെ NOC കിട്ടുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് നൽകേണ്ടതുണ്ടെങ്കിൽ ആ ഇടപെടൽ നടത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഈ ആശുപത്രിയുടെ വികസനം സാധ്യമാക്കുക. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വൻ വിലവർധനവിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടു.
19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വില വർദ്ധിപ്പിച്ചതാണ് ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും 24 മണിക്കൂർ പണിമുടക്കിലേക്ക് നയിച്ചത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ കൂടാതെ ബേക്കറികൾ, ക്യാന്റീനുകൾ എന്നിവയും പണിമുടക്കിലാണ്. നേരത്തെ പശ്ചിമേഷ്യൻ യുദ്ധഭീതിക്ക് പിന്നാലെ പാചകവാതക ക്ഷാമം ഹോട്ടൽ മേഖലയ്ക്കും പ്രതിസന്ധിയായിരുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഒട്ടേറെ ഹോട്ടലുകളുടെ പ്രവർത്തനം നിലച്ചിരുന്നതാണ്. പല സ്ഥാപനങ്ങളിലും നേരിയ തോതിൽ വിലവർദ്ധനവിനും കാരണമായി. ഇതിനിടയിലാണ് വാണിജ്യ സിലിണ്ടർ വിലയിൽ ഒറ്റയടിക്ക് 993 രൂപ കൂടിയത്. വിലവർദ്ധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് പുറമെ ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയുടെ പ്രവർത്തനവും താളം തെറ്റിച്ചു. വാണിജ്യ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുക, പാചകവാതകം ആവശ്യത്തിന് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും പ്രതിഷേധ സമരത്തിലുണ്ട്. കേന്ദ്ര സർക്കാർ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കപ്പെട്ടു. ഭക്ഷ്യവിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് ഹോട്ടലുകളും മറ്റും നിർബന്ധിതരാകുന്നത് ഉപഭോക്താക്കൾക്കും തിരിച്ചടിയാകും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ ഡെങ്കിപ്പനി വ്യാപകമായ പ്രദേശങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കുണ്ടാട്ടി ഗ്രൗണ്ട്, കോമ്രേഡ് ഭാഗങ്ങളിലാണ് ഡെങ്കിപ്പനിയുടെ വ്യാപനമുള്ളത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായാണ് കുണ്ടാട്ടി ഗ്രൗണ്ട്, കോമ്രേഡ് ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് കണ്ടെത്തിയത്. തുടർന്നാണ് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വാർഡ് മെമ്പർ, ഹെൽത്ത് സൂപ്പർവൈസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, എപ്പിഡെമോളജിസ്റ്റ്, ആശാപ്രവർത്തകർ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത്. വീടുകൾക്ക് സമീപത്തെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ടയർ, ചിരട്ട, പാട്ട, ടാങ്കുകൾ, വെള്ളം സംഭരിക്കുന്ന മൂടിയില്ലാത്ത പാത്രങ്ങൾ, മണി പ്ലാന്റ്, ഫ്രിഡ്ജിനടിയിലെ ട്രേ എന്നിവയിലെല്ലാം ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നതാണ്. ഇവയെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം സ്വയം പരിശോധിച്ച് വൃത്തിയാക്കിയുള്ള ഡ്രൈ ഡേ നടത്താൻ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പരിസര ശുചീകരണം നടത്തിയില്ലെങ്കിൽ അവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസ് നൽകും. നോട്ടീസിലെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർ 10,000 രൂപ വരെ പിഴ ശിക്ഷ ചുമത്തണമെന്ന് ഡോക്ടർ അരുൺ അറിയിച്ചു. അതേസമയം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. ബംഗളൂരുവിൽ തെരുവുനായ്ക്കൾക്കുള്ള ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരി ഉടമയുടെ മർദ്ദനമേറ്റു മരിച്ചു. തളിക്കുളം പത്താങ്കല്ല് സ്വദേശിനി 47 വയസ്സുള്ള സുനിതയാണ് മരിച്ചത്. ഷെൽട്ടർ ഹോം ഉടമ കൊല്ലം സ്വദേശി ദീപകൃഷ്ണൻ ഒളിവിൽ. ബംഗളൂരുവിൽ ദീപകൃഷ്ണൻ നടത്തിപ്പുകാരനായ ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരിയാണ് മർദ്ദനമേറ്റ് മരിച്ച സുനിത. തളിക്കുളം പത്താംകല്ലിൽ തന്റെ വീടിനോട് ചേർന്ന് 100ഓളം തെരുവുനായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തിയിരുന്നതാണ് സുനിതയും ഭർത്താവ് സിൻഡോയും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് പത്രപരസ്യം കണ്ട് സുനിത ബംഗളൂരു സുളിബേലയിലെ ഷെൽട്ടർ ഹോമിൽ ജോലിക്കെത്തിയത്. മാസം 40,000 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ദീപക് കൃഷ്ണൻ സുനിതയെ ജോലിക്ക് വിളിച്ചതെന്ന് ഭർത്താവ് സിൻഡോ പറഞ്ഞു. സഹോദരിയുടെ മകൾക്കും തൃശൂർ സ്വദേശിനിക്കുമൊപ്പമാണ് ഇവർ ബംഗളൂരുവിലെത്തിയത്. ഇതിനിടെ ദീപകിന്റെ മദ്യപാനം അടക്കമുള്ള പ്രശ്നങ്ങൾ കണ്ടതോടെ ജോലി നിർത്തി പോവുകയാണെന്ന് സുനിത ദീപകിനോട് പറഞ്ഞിരുന്നു. കൂടുതൽ പണം വാഗ്ദാനം ചെയ്തെങ്കിലും സുനിത സമ്മതിച്ചില്ല. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച സുനിത ഉടമയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സംഭവത്തിന് പിന്നാലെ കർണാടക പോലീസാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുനിതയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സുനിതയെ മർദ്ദിച്ചതായ ദീപകിന്റെ വീഡിയോ ദൃശ്യം ഇതിനിടെ പുറത്തു വന്നിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് മരണം. ലൈംഗികാതിക്രമത്തിന് ഇവർ ഇരയായെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതേസമയം ഒളിവിൽ പോയ ദീപകൃഷ്ണനെ പിടികൂടാൻ പോലീസ് തിരച്ചിൽ ശക്തമാക്കി. അഖില കേരള ബാലജനസഖ്യം തൃശൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വേനൽക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളിൽ കലയും സാഹിത്യവും നാട്ടറിവുകളും സമന്വയിച്ചതായിരുന്നു ക്യാമ്പ്. തൃശൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കിയത്. സാഹിത്യകാരൻ CR ദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് സ്വലേഹ് അധ്യക്ഷനായി. ജോനാഥ് ടി ജോയ്, എഴുത്തുകാരി മീന അരവിന്ദ്, സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, വിധു കൃഷ്ണ, ഇവാഞ്ചലിൻ ജോഷി എന്നിവർ സംസാരിച്ചു. അക്ഷര മണികണ്ഠൻ പ്രാർത്ഥനാഗീതം ആലപിച്ചു. ചിത്രകലാ അധ്യാപിക അനിത വർമ്മ ചിത്രം വരയും പാട്ടും എന്ന വിഷയത്തിലും പഴഞ്ചൊല്ലുകളും നാട്ടറിവുകളും എന്ന വിഷയത്തിൽ നാട്ടറിവ് പരിശീലകൻ ജയൻ എടത്ര, പ്രസംഗകല, ലഹരിവിരുദ്ധം എന്നീ വിഷയങ്ങളിൽ KL ആന്റണി,
വരയിലെ വർണ്ണങ്ങൾ എന്ന വിഷയത്തിൽ ചിത്രകാരി ജീന നിയാസ് എന്നിവർ പരിശീലന ക്ലാസുകൾ നയിച്ചു. മികച്ച ക്യാമ്പ് അംഗങ്ങളായി ജെറോം രാജീവ്, നന്ദന സാന്റോ എന്നിവരെ തെരഞ്ഞെടുത്തു. ആന എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള അടിക്കുറിപ്പ് മത്സരത്തിൽ ജീവല സഖ്യാംഗം ലീനറ്റ് വിജയിച്ചു. ക്യാമ്പ് അവലോകനം, കലാപരിപാടികൾ എന്നിവയും ക്യാമ്പിൽ നടന്നു. ക്യാമ്പിൽ പങ്കെടുത്ത അതിഥികൾക്ക് പുസ്തകങ്ങളും സമ്മാനിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടപ്പുറത്ത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സുനാമി കോളനിക്ക് വടക്കുവശം ഏകദേശം 35 വയസ്സുള്ളയാളുടെ ജഡമാണ് കരയ്ക്കടിഞ്ഞത്. ഇതര സംസ്ഥാനക്കാരനാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നു രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മതിലകം കൂളിമുട്ടത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൂളിമുട്ടം എമ്മാട് കാട്ടുപറമ്പിൽ സിദ്ദിഖിന്റെ വീടിനകത്തു നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്. ഇന്നലെ രാത്രിയിലാണ് മൂർഖൻ പാമ്പ് വീടിനുള്ളിൽ കയറിക്കൂടിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം അൻസാരി കൂളിമുട്ടമെത്തി പാമ്പിനെ പിടികൂടി. 5 അടിയോളം നീളമുള്ള മൂർഖനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നു. തോട്ടം തൊഴിലാളിയായ കള്ളാടിക്കുന്നത്ത് ആലിയുടെ പശുക്കുട്ടിയും നായയുമാണ് ചത്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. തൊട്ടടുത്ത പറമ്പിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട നായയെയും പുലി ആക്രമിച്ച് കൊന്നു. പാടിയിലെ മറ്റ് താമസക്കാർ രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇവയെ ചത്ത നിലയിൽ കണ്ടത്. പശുവിനെയും നായയെയും ആക്രമിച്ച് കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി വനപാലകർ സ്ഥിരീകരിച്ചു. 4 മാസം മുൻപ് ഇതേ സ്ഥലത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നിരുന്നു. പാലപ്പിള്ളിയിൽ നിന്ന് കാരിക്കുളത്തേക്കുള്ള റോഡിനോട് ചേർന്നുള്ള പാടിയിലാണ് പുലിയിറങ്ങി ഭീതി പരത്തിയത്. ഇവിടെയുള്ള 4 പാടികളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പാടികൾക്ക് സമീപമുള്ള റബ്ബർ തോട്ടങ്ങൾ കാടുമൂടി കിടക്കുന്നതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ തൊട്ടപ്പുറത്താണ്. അവരാരും ഇതുവരെ ഒന്ന് പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ക്യാമറ വെച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാടി കിട്ടിയത് ഒരു ഉപകാരം. ഞങ്ങൾക്ക് ഒരു പെരണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാടിയിട്ട് നിൽക്കൂലായിരുന്നു. അത്ര പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുക്കളന്റെ. ഞാൻ ഈ 2:45 ഒറ്റക്കാണ് എനിക്കാണ്. ഒരാൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. പരിസര പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാൻ പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കമ്പനി അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും പുലിയെ കണ്ടെത്താനായുള്ള ക്യാമറ സ്ഥാപിക്കാൻ വനംവകുപ്പ് ഇടപെടുന്നില്ലെന്ന് വാർഡ് മെമ്പർ സധി രവി പറഞ്ഞു. കാലങ്ങളായി പാലപ്പിള്ളിയില് പുലി വരുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തെളിവ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ തെളിവ് അടക്കം എല്ലാം ഉണ്ടായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായൊരു പരിഹാരം, ഒരു ക്യാമറ വെക്കാന്ന് പറഞ്ഞിട്ട് പോലും ക്യാമറ വെച്ചിട്ടില്ല. ഇതിപ്പം പാടികള്, കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരുവിധം എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് പിന്നിലാണ്. ഇതാണ് ആ സ്ഥലം. ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്നും മാനേജർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരിയാക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. പാടിക്കാരും ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത് പുലി ഇറങ്ങിയതോടെ ഭീതിയിലാണ് പാടിയിലെ താമസക്കാർ. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നും പാടിയിലെ താമസക്കാരായ മുഹമ്മദ്, മെഹർനിസ എന്നിവർ ആവശ്യപ്പെട്ടു. ചേർപ്പ് വെസ്റ്റ് പെരുമ്പിളിശ്ശേരി സ്വദേശി മടപ്പറമ്പിൽ ശിവാനന്ദൻ ആചാര്യ മകൻ സെന്തിൽകുമാർ നിര്യാതനായി. 47 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്ത് ചന്തയുടെയും വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് നിയുക്ത MLA ഗീതാഗോപി. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വൻ വില വർധനവിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ഡെങ്കിപ്പനി വ്യാപകമായ പ്രദേശങ്ങളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കുണ്ടാട്ടി ഗ്രൗണ്ട്, കോമ്രേഡ് ഭാഗങ്ങളിലാണ് ഡെങ്കിപ്പനിയുടെ വ്യാപനമുള്ളത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.